ക്രിസ്തു സ്നേഹത്തെ ജീവിക്കുന്ന അധിക ദൂരത്തിൻ്റെ പുതിയ ആത്മീയത പരിശീലിക്കാം. ക്രിസ്തുവിൽ പ്രിയരെ, കണ്ണിന് പകരം കണ്ണ്, പല്ലിന് പകരം പല്ല് എന്ന കിരാതന നിയമത്തിന് ബദലായി ക്ഷമയേക്കാളുപരി സ്വയം ദാനത്തിൻ്റെയും ആത്മീയതയാണ് ഇന്നത്തെ സുവിശേഷത്തിലൂടെ യേശു മുന്നോട്ട് വയ്ക്കുന്നത്. ഒന്നാം വായനയിൽ ആഹാബിൻ്റെ ഭാര്യ ജസബൽ നാബോത്തിൻ്റെ മുന്തിരിത്തോട്ടം ചതവിൽ കരസ്ഥമാക്കാൻ കരുക്കൾ നീക്കി തോട്ടം സ്വന്തമാക്കുന്നതാണ് നാം കാണുന്നത്. ഇതിന് നേരെ വിപരീതമായിട്ടാണ് യേശു അധികം നൽകലിൻ്റെ പുതിയ നിയമം പഠിപ്പിക്കുന്നത്. ലത്തീനിൽ ലെക്സ് താലിയോണിസ് എന്ന് വിളിക്കുന്ന പ്രതികാരത്തിൻ്റെ നിയമത്തെയാണ് യേശുനാഥൻ പൊളിച്ചെഴുതുന്നത്. 3 തരത്തിലുള്ള പുതിയ നീതിയാണ് യേശു നൽകുന്നത്. ഒന്നാമതായി, വ്യക്തിനിന്ദയ്ക്ക് പകരം നിന്ദയല്ല എന്നുള്ള സത്യം. നിന്ദനത്തിന് പകരം നിന്ദനം നൽകാത്തവൻ നിന്ദിച്ചവരെ വിജയിക്കുന്നു എന്നാണ് യേശു പഠിപ്പിക്കുന്നത്. രണ്ടാമതായി, സ്വന്തം അവകാശങ്ങളെ ത്യജിച്ചും സ്നേഹം പകരുവാനുള്ള ക്ഷണമാണ് യേശു നൽകുന്നത്. ഉടുപ്പ് കരസ്ഥമാക്കുവാൻ ആഗ്രഹിക്കുന്നവന് മേലങ്കി കൂടി കൊടുക്കുവാൻ പറയുന്നത് വഴി യേശു സ്വന്തം അവകാശങ്ങളെ ത്യജിക്കുവാനുള്ള ആത്മീയതയാണ് മുന്നോട്ട് വയ്ക്കുന്നത്. മൂന്നാമതായി, നിർബന്ധ പ്രവൃത്തികളേക്കാൾ ആത്മസമർപ്പണമാണ് ഒരുവനെ ദൈവോന്മുഖനാക്കുന്നതെന്ന് 1 മൈൽ നടക്കുവാൻ ആവശ്യപ്പെടുന്നവനോടൊപ്പം 2 മൈൽ നടക്കുന്നവൻ്റെ ഉദാഹരണത്തിലൂടെ യേശുനാഥൻ നമുക്ക് മുമ്പിൽ അവതരിപ്പിക്കുന്നത്. വിശുദ്ധ അഗസ്റ്റിൻ ഇപ്രകാരം ഈ വചനഭാഗത്തെ വ്യാഖ്യാനിക്കുന്നുണ്ട്: യേശു ചോദിക്കുന്ന എല്ലാം കൊടുക്കുവാനല്ല ആവശ്യപ്പെടുന്നത്, മറിച്ച് ചോദിക്കുന്നവർക്ക് കൊടുക്കാനാണ് ആവശ്യപ്പെടുന്നത്. അപ്പോസ്തലന്മാരുടെ പ്രവർത്തനം 3-ാം അധ്യായം 6-ാം വചനത്തിൽ മുടന്തനായ മനുഷ്യൻ പത്രോസിനോട് ഭിക്ഷ യാചിക്കുമ്പോൾ പത്രോസ് നൽകുന്ന മറുപടി ഇപ്രകാരമാണ്: സ്വർണമോ വെള്ളിയോ എൻ്റെ പക്കലില്ല, നസ്രായനായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ എഴുന്നേറ്റ് നടക്കുക. ചോദിക്കുന്ന എല്ലാം കൊടുക്കാനല്ല, ചോദിക്കുന്നവർക്ക് കൊടുക്കുവാൻ ആവശ്യപ്പെടുന്ന ക്രിസ്തു തന്നെയാണ് ഈ പുതിയ നിയമത്തിൻ്റെ ജീവിത സാക്ഷ്യവും. പാപികളായ മനുഷ്യർക്ക് വേണ്ടി സ്വജീവിതം ബലിയായി അർപ്പിക്കാൻ മനസ്സായ അവിടുത്തെ അഗാധമായ സ്നേഹം, ജീവനുണ്ടാകുവാനും അത് സമൃദ്ധമായി ഉണ്ടാകുവാനും ഭൂമിയിലേക്ക് കടന്നു വന്ന ദൈവപുത്രൻ, ജീവന്റെ മഹത്വത്തെ കാർന്നു തിന്നുന്ന പകയുടെയും വിദ്വേഷത്തിൻ്റെയും നിയമത്തെ മാറ്റി എഴുതുന്നു. നിരാശകളെ ചെറുത്ത് തോൽപ്പിക്കാനും ആത്മനിയന്ത്രണത്തിനും തയ്യാറാകുമ്പോഴാണ് യേശുവിൻ്റെ ഈ നിയമം ജീവിക്കാനാകുന്നത്. യാക്കോബ് അപ്പോസ്തലൻ 4-ാം അധ്യായം 1-ാം വചനത്തിൽ ഇപ്രകാരം പറയുന്നു: നിങ്ങളുടെ ഇടയിൽ തർക്കങ്ങളും ഏറ്റുമുട്ടലുകളും ഉണ്ടാകുന്നത് എങ്ങനെയാണ്? നിങ്ങളുടെ അവയവങ്ങളിൽ പോരാടിക്കൊണ്ടിരിക്കുന്ന ദുരാശകളിൽ നിന്നല്ലേ? പ്രതികാരത്തിൻ്റെ നിയമത്തിൽ നിന്ന് പ്രതിസ്നേഹത്തിൻ്റെ ആത്മീയതയിലേക്ക് വളരാൻ യേശുനാഥൻ നമ്മെ ക്ഷണിക്കുന്നു. ക്രിസ്തു സ്നേഹത്തെ ജീവിക്കുന്ന അധിക ദൂരത്തിൻ്റെ ഈ പുതിയ ആത്മീയത നമുക്കും പരിശീലിക്കാം. അങ്ങനെ പ്രതികാരത്തിൻ്റെ നിയമത്തിൽ നിന്ന് പ്രതിസ്നേഹത്തിൻ്റെ ആത്മീയതയിലേക്ക് നമുക്കും വളരാം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.